inner product or dot product. Inner product of two vectors എന്നാണ് in a three-dimensional spaceൽ നമ്മൾ ഒരു വെക്ടർ ചൂസ് ചെയ്തു. A equal to vectors എന്ന് വെച്ചാൽ പോയിന്റ്സ് a1, a2, a3 and b1, b2, b3. ഇവിടെ a dot b അല്ലെങ്കിൽ inner product of a b dot product which is equal to എന്താണ് a1 b1 plus a2 b2 plus a3 b3. ഇത് നിങ്ങൾക്കറിയാം അല്ലേ. ഇനി നോം ഓഫ് എ വെക്ടർ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? നോം ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്ത് വരും എ ഡോട്ട് എ. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ലെങ്ത് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ ഡോട്ട് എ ആണെന്നുള്ള പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നോം ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ ഡോട്ട് എ, അതായത് ലെങ്ത്തിന് ആ വെക്ടറിന്റെ ലെങ്ത്തിന് തന്നെയാണ് പറയുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഡോട്ട് എ എന്താണ്? ഇവിടെ എ ഡോട്ട് ബി വൺ ബി എന്ന് പറയുന്നത് a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. ഇപ്പൊ എ ഡോട്ട് എ എന്തായിരിക്കും? a1 a1 പ്ലസ് a2 പ്ലസ് a3 a3, അതായത് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് a3 സ്ക്വയർ. ഓക്കെ, ഇനി ഇതൊരു n ഡയമെൻഷണൽ സ്പേസിൽ, അതായത് n ഈക്വൽ 2 ആവാം 3 ആവാം 4 ആവാം എന്ത് വേണമെങ്കിലും ആവാം. ആർബിട്രറി ആയിട്ട് n ഡയമെൻഷണൽ സ്പേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2 പോയിന്റ്സ് a1 a2 എക്സെട്ര an കൺസിഡർ ചെയ്തു ആൻഡ് b ഈക്വൽ ടു b1 b2 എക്സെട്ര bn കൺസിഡർ ചെയ്തു. ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ത് വരും? a ഡോട്ട് b ഈക്വൽ ടു a1 b1 പ്ലസ് a2 b2 പ്ലസ് എക്സെട്ര പ്ലസ് an bn. ആൻഡ് ലെങ്ത് ഓഫ് എ അല്ലെങ്കിൽ നോം ഓഫ് ദ വെക്ടർ അല്ലെങ്കിൽ ആ പോയിന്റ് എ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് എക്സെട്ര an സ്ക്വയർ ആണല്ലോ. ഇവിടെ എനിക്ക് ഈ സമ്മേഷൻ എങ്ങനെ എഴുതാം? സമ്മേഷൻ i is equal to 1 to n ai bi എന്ന് എഴുതിക്കൂടെ? അതായത് i equal to 1 ആണ് a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 പ്ലസ് എക്സെട്ര n bn എന്ന് കിട്ടും. ഇതെങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് സമ്മേഷൻ i is equal to 1 to n ai സ്ക്വയർ എഴുതിക്കൂടെ? സോ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്ത് വന്നു? സമ്മേഷൻ i is equal to 1 to n ai bi യും നോം ഓഫ് എ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ പോയിന്റ് എ വെക്ടർ എ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് സമ്മേഷൻ i is equal to 1 to n ai സ്ക്വയർ എന്നാണ്. ഇനി നമ്മൾ ഈ ഡോട്ട് പ്രൊഡക്റ്റും ഈ ലെങ്ത്തും ഒക്കെ ഡിഫൈൻ ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ Rnലാണ് പറയുന്നത്. സപ്പോസ് നമ്മളുടെ ഈ ഒരു പോയിന്റ്സിന്റെ കോമ്പണൻസിൽ കോംപ്ലക്സ് നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് 5 plus 2i 3 minus i 1 plus i, ഇത് കോമ്പണൻസ് എന്താണ്? കോമ്പണൻസ് റിയൽ നമ്പേഴ്സ് ആണ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് വരുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റും ലെങ്ത്തും ഒന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടല്ല. അവിടെ സപ്പോസ് നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് വരുന്നത് എങ്കിൽ എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത്, ലെങ്ത് കാണുന്നത് നോക്കാം. ലെങ്ത് അതായത് നോം കാണുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് സമ്മേഷൻ i is equal to 1 to n ai കോൺജുഗേറ്റ് ഇൻറ്റു ബി ഐ. എ സ്റ്റാർ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എ ഐ കോൺജുഗേറ്റ് ആണ്. സോ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്ത് വരും? സമ്മേഷൻ i is equal to 1 to n എ ഐ കോൺജുഗേറ്റ് ഇൻറ്റു ബി ഐ. ആൻഡ് നോം ഓഫ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ i is equal to 1 to n എ ഐ കോൺജുഗേറ്റ് ഇൻറ്റു എ ഐ. ഓക്കെ, ഇങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് കോമ്പണൻസ് ആയിട്ട് വരുന്നതെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റും നോം ഓഫ് എ വെക്ടറും ഈ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. And we have, if two vectors or 2 points a and b are orthogonal, then summation i is equal to 1 to n ai bi equal to 0. Schwarz inequality. For any 2 points a and b, if a is the interval a1 a2 etc. an and b is the interval b1 b2 etc. bn, we have the inequality. The modulus of a dot b is less than or equal to magnitude of a into magnitude of b, or a dot b, modulus of a dot b a dot b എന്താണ്? summation i is equal to 1 to n ai bi, modulus of summation i is equal to 1 to n ai bi less than or equal to magnitude of a, അതായത് norm of a എന്ന് പറയുന്നത് എന്താണ്? root of summation i is equal to 1 to n ai square into magnitude of b അല്ലെങ്കിൽ norm of b എന്ന് പറയുന്നത് എന്താണ്? root of summation i is equal to 1 to n bi square. ഈ ഇൻഇക്വാലിറ്റിനെയാണ് ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ for any 2 points a dot a and b in a n dimensional space,
we have the modulus of A dot B is less than or equal to magnitude of A into magnitude of B. ഈ ഒരു ഇൻഇക്വാലിറ്റിയാണ് നമ്മൾ ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഈ ഇൻഇക്വാലിറ്റിനെ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫോർമുല എഴുതാം. എന്താണ് സമ്മേഷൻ മോഡുലസ് ഓഫ് സമ്മേഷൻ I is equal to 1 to n AI BI is less than or equal to root of summation I is equal to 1 to n AI square into summation I is equal to 1 to n BI square. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കോമ്പോണൻസ് കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ഈ ഡോട്ട് പ്രൊഡക്റ്റിലും നോമിലും ഒക്കെ ഡിഫറൻസ് വരുന്നുണ്ടല്ലേ. ഈ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താണ് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ വരുന്നത് സമ്മേഷൻ I is equal to 1 to n AI conjugate into BI അതിന്റെ മോഡുലസ് അല്ലെ, which is less than or equal to summation root of the summation I is equal to 1 to n AI conjugate into AI into summation I is equal to 1 to n BI conjugate into BI root of. ഓക്കെ, ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആയി വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്താ ഒരു കാര്യം അറിയാലോ, ഒരു കോംപ്ലക്സ് നമ്പർ സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് കോൺജുഗേറ്റ് ഇൻറ്റു സെറ്റ് എന്ന് പറയുന്നത് എന്താണ് മോഡുലസ് ഓഫ് സെറ്റ് സ്ക്വയർ ആണ് അല്ലെ. സെറ്റ് കോൺജുഗേറ്റിന്റെ സെറ്റ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് സെറ്റ് സ്ക്വയർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എ കോൺജുഗേറ്റ് ഇൻറ്റു എ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ ഐ സ്ക്വയർ എന്നും ഇവിടെ ബി ഐ കോൺജുഗേറ്റ് ഇൻറ്റു ബി ഐക്ക് പകരം മോഡുലസ് ഓഫ് ബി ഐ സ്ക്വയർ എന്നും കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ആയി കോമ്പോണൻസ് കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്ന നേരം എങ്ങനെയാണ് ഈ ഇന്നർ പ്രൊഡക്റ്റും നോം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. സപ്പോസ് എ ഇസ് ഈക്വൽ ടു 3i 1 minus I 2 plus 3i 1 plus 2i and b equal to minus 1 1 plus 2i 3 minus I and the third point is c is equal to 4 minus 2i 2 minus I 1 I minus 2. ഇവിടെ നമ്മൾക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എ ഡോട്ട് ബി കാൽക്കുലേറ്റ് ചെയ്യണം, നോം ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ നോം ഓഫ് ബി കാൽക്കുലേറ്റ് ചെയ്യണം, ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി വെരിഫൈ ചെയ്യണം, ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി ഒന്ന് വെരിഫൈ ചെയ്യണം, ദെൻ ബി ഡോട്ട് സി കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം. ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി വെരിഫൈ ചെയ്യുന്ന വെച്ചാൽ എന്താണ് മോഡുലസ് ഓഫ് എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എ ഇൻറ്റു നോം ഓഫ് ബി ആണോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതായത് ഇതേ ഇൻഇക്വാലിറ്റി തന്നെയാണോ നിങ്ങൾക്ക് ഈ പോയിന്റ്സിന്റെ ഇന്നർ പ്രൊഡക്റ്റ് നോം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്നൊന്ന് നോക്കിയാൽ മതി. കൺസിഡർ എ ഡോട്ട് ബി. എ ഡോട്ട് ബി ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സമ്മേഷൻ I is equal to 1 to n എ കോൺജുഗേറ്റ് ഇൻറ്റു ബി ഐ. അപ്പോൾ ഇവിടെ 3i കോൺജുഗേറ്റ് ഇൻറ്റു -1 plus 1 minus I conjugate into 1 plus 2i plus 2 plus 3i conjugate into 3 minus I plus 1 plus 2i conjugate into I, which is equal to minus 3i into minus 1 plus 1 plus I into 1 plus 2i plus 2 minus 3i into 3 minus I plus 1 minus 2i into 1 plus 2i into 1 minus 2i. Now multiply ചെയ്യുന്നേരം ഇവിടെ 3i വന്നു plus 1 plus i ഉം 1 plus 2i multiply ചെയ്യണം. 1 into 1 plus 1 into 2i 2i plus I into 1i plus I into 2i എന്താണ് minus 2 ആണ് വരിക. minus 2 plus ഇത് രണ്ടും പ്രൊഡക്റ്റ് എടുക്കണം. 2 into 3 6 plus 2 into 3 plus 2 into minus sign വരും, അതായത് minus 2i minus 3i into 3 minus 9i minus 3i into minus i minus minus plus I 3i into I minus 3 plus I minus 2i minus 2i into I എന്ന് പറയുന്നത് plus 2 എന്ന് വരും. 1 minus 2 minus 1 plus 6 5 5 minus 3 2 2 plus 2 4 3i plus 2i 5i plus I 6i 6i minus 2i 4i 4i minus 9i minus 5i minus 5i plus I minus 4i. അപ്പോൾ എന്താണ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് 4 minus 4i ആണ്. ഇനി അടുത്തത് നോം എ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. നോം എ എന്താണ് പറഞ്ഞത് റൂട്ട് ഓഫ്, അത് ഞാൻ നോം എ സ്ക്വയർ എടുക്കുന്നു, റൂട്ട് പിന്നെ ഇട്ടാൽ പറയും സമ്മേഷൻ I is equal to 1 to n ai കോൺജുഗേറ്റ് ഇൻറ്റു എ ഐ എന്ന് വരും. ഇവിടെ n എന്താണ് 4 ആണ്. ആൻഡ് എ കോൺജുഗേറ്റ് ഇൻറ്റു എ ഐ എങ്ങനെ എഴുതാം മോഡുലസ് ഓഫ് എ ഐ സ്ക്വയർ എന്ന് എഴുതാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും 3i കോൺജുഗേറ്റ് ഇൻറ്റു 3i എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 3i
square plus 1 minus I modulus of 1 minus I square plus 2 plus 3I modulus of 2 plus 3I square plus modulus of 1 plus 2I square which is equal to modulus of 3I square എന്താണ് 9 plus 1 minus 2 modulus of 1 minus 2I square എന്താണ് 1 square plus 1 minus 1 square വരും അതായത് 2 plus 2 plus 3I modulus of 2 plus 3I square എന്താണ് 2 square 4 plus 3 square 9 plus modulus of 1 plus 2I square എന്ത് വരും 1 square plus 2 square അതായത് 4 which is equal to 9 plus 2 11 11 plus 4 15 15 plus 9 24 24 plus 5 29 so norm of a എന്ന് പറയുന്നത് എന്താണ് norm of a is equal to root of 29 ഇതുപോലെ norm of b എന്ന് പറയുന്നത് എന്ത് വരും norm of b is equal to ഈ മെത്തേഡ് ആണ് എന്താണ് modulus of minus 1 square plus modulus of 1 plus 2i non b square ആണ് modulus of 1 plus 2i square plus modulus of 3 minus I square plus modulus of I square which is equal to minus 1 square 1 plus 1 square plus 2 square 4 plus 3 square 9 plus minus 1 square 1 plus 1 square 1 which is equal to 1 plus 1 2 2 plus 4 6 6 plus 9 15 15 plus 1 16 plus 1 17 so norm of p എന്താണ് which is equal to root of 17 now a dot b എന്തായിരുന്നു a dot b എന്ന് പറയുന്നത് 4 minus 4i ആയിരുന്നു modulus of a dot b എന്ന് പറയുന്നത് എന്തായിരുന്നു which is equal to modulus of 4 minus 4i എന്ന് വരും which is equal to എന്താണ് root of 4 square 16 plus minus 4 square 16 so which is equal to എന്താണ് 4 root 2 എന്ന് വരും and ഈ 4 root 2 എന്ന് പറയുന്നത് which is less than or equal to root 29 into root 17 ആണ് so shorts inequality ഇവിടെ satisfy ചെയ്യുന്നുണ്ട് next b dot c calculate ചെയ്യണം b dot c which is equal to b dot c ആണ് minus 1 1 plus 2i 3 minus i dot c എന്താണ് 4 minus 2i 2 minus I 1 I minus 2 നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ ഡെഫിനിഷൻ ഇതെന്താണ് minus 1 conjugate into 4 minus 2i plus 1 plus 2i conjugate into 2 minus I plus 3 minus I conjugate into 1 plus I conjugate into I minus 1 I minus which is equal to minus 1 conjugate in the minus 1 into 4 minus 2i minus 4 plus 2i plus 1 plus 2i conjugate 1 minus 2i into 2 minus I plus 3 plus I into 1 plus I conjugate minus I into I minus 2 which is equal to minus 4 plus 2i plus 1 minus 2i into 2 minus I calculate 1 into 2 2 minus 2i plus 2 minus 4i 1 into minus I minus 2i minus I another minus 2 plus 3 plus I plus minus I into I 1 minus I into minus 2 plus 2i and which is equal to real part again minus 4 plus 2 minus 2 minus 2 minus 2 again minus 4 minus 4 plus 3 minus 1 minus 1 plus 1 0 plus 2i minus 4i 2i minus 4i minus 2i minus 2i minus I minus 3i minus 3i plus I minus 2i plus 2i 0 0 i അപ്പോൾ ഇവിടെ എന്ത് കിട്ടി b dot c is equal to 0 എന്ന് കിട്ടി which implies that b and c are orthogonal എന്തുകൊണ്ടാണ് ബിയും സിയും നോൺ സീറോ വെക്ടേഴ്സ് ആണ് ആൻഡ് അതിന്റെ ആ നോൺ സീറോ വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ത് കിട്ടി 0 കിട്ടി സോ നമുക്ക് എന്താണ് ബിയും സിയും ഓർത്തോഗണൽ പോയിന്റ്സ് ആണ്